അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏടെയായിരുന്നു അപ്പൊ കുറച്ചു ദിവസം? നാദാപുരം കുറ്റ്യാടി ഭാഗത്തായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ല. വരുന്ന വഴി കല്ലാച്ചിയിലൊന്ന് ഇറങ്ങി. അസുമയിലർക്കാണ് കണ്ടനങ്ങള്. തീരെ വയ്യാണ്ടായിനി. ഇന്നോ നാളെയോ ഒന്ന് പറഞ്ഞ് കിടക്ക. ഒരുപാട് കിടന്ന് വേദന തീറ്റിക്കാതെ ആ പാവത്തിന് പഠിച്ചോൻ അങ്ങ് നേരത്തെ വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ മൂന്നാമത്തെ തവണ ഹജ്ജിന് പോകുമ്പോ മൊയിലാരായിരുന്നു കൂട്ട്. എന്തിനും നല്ല ഓറാറായിരുന്നു. അസുമയിലാർക്ക് ഈടെ കത്തീബായിരുന്ന കാലത്ത് സുബൈക്കും 10 സപ്പാൾ ഉണ്ടായിരുന്നു പള്ളിയിൽ. എന്നിട്ടെന്താ എല്ലാരും കൂടെ ഓടിക്കല്ലായിരുന്ന പാവത്തിന് അവസാനം. പള്ളിയിലെ കത്തീബ് അങ്ങാടിയിൽ ഇറങ്ങി ചെറുപ്പക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കാന്ന് പറഞ്ഞ പിന്നല്ല, കോയിറച്ചിയും ബിരിയാണിയും ഒറോട്ടിയും തിന്ന് പള്ളിയിൽ അടയിരിക്കലല്ലേ കത്തീബ് പണി. രാവിലെ എന്നെ ബെറുമേറ്റിൽ എന്നോട് നാക്കിൻ്റെ അടിക്കാൻ ഞമ്മളില്ല. അപ്പോ താനേന്ദ്രം ഗുളിയുണ്ടോ എൻ്റെ കയ്യില്? ഇന്നലെ രാത്രി മുഴുവൻ വയറ്റിനകത്ത് വായു കിടന്ന് കളിക്കുകയായിരുന്നു. കയ്യിലുള്ളത് തീർന്ന് പൊരയിൽ കാണും. ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ശരി. തടി ആവതില്ലാത്ത ഈ വയസ്സുകാലത്തും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാനാ പാവത്തിന്റെ വിധി. അത്ര പുന്ന മോനൊരുത്തനില്ലേ? സത്താറ് വടകരയിൽ ഒരു പൊരയിലെ ഡ്രൈവറായിരുന്നു ഓന്. ആ കുടുംബത്തിന് ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ച് ഓരോനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഓനിപ്പോ ദുബായിലാ. ഏടിയായിട്ട് എന്താ കാര്യം? അബൂക്കാക്കും ഐസുത്താക്കും അതിനെ കൊണ്ടൊരു പൂച്ചേന്റെ ഉപകാരം കൂടിയില്ല. ഐസറിന്റെ ചായക്കടപ്പോ വായനശാല പോലെയാ. എത്രയാ പത്രങ്ങള്. ഇന്നത്തെ കാലത്ത് ഒരു പത്രം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു 5 പത്തെണ്ണം വായിച്ചാൽ കുറച്ച് സത്യം അറിയാം. മാത്രമല്ല, ഇത്രയും പത്രം വെറുതെ വന്നിരുന്ന് എങ്ങനെയാ വായിക്കാന്ന് വിചാരിച്ച് നിങ്ങളെപ്പോലുള്ളവർ ഒരു ചായ കുടിച്ചാ അതെനിക്കൊരു കച്ചവടാവുമല്ലോ. അസറപ്പേ, അതിന്റെ സൗണ്ട് ഇത്തിരി കുറച്ച് വെച്ചേക്ക്. ഉസ്താദെ മോളിലുണ്ട്. അല്ല, ഉസ്താദ് എപ്പളാ വന്നേ? ഞാൻ സുബൈക്ക് ഇറങ്ങുമ്പോ കിണറ്റിൻകരയിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു മൂപ്പര്. ഈ ഉസ്താദിനെന്താ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല്? ആള് മോളിലുണ്ടല്ലോ, നിങ്ങൾ പോയി ചോദിക്കേ. അത് പടച്ചോനും ഉസ്താദും തമ്മിലുള്ള ഇടപാടാ. അതിൽ നിങ്ങൾ ഇടപെടണ്ട, അവരായിക്കോളൂ. ഇന്നലെ മട്ടന്നൂരിൽ നിന്നൊരു കൂട്ടർ വന്നിരുന്നു ഉസ്താദിനെ കാണാൻ. രാത്രി ഞാൻ പീടിയോ പൂട്ടുവോളം അവർ ഈ മുറ്റത്ത് നിപ്പുണ്ടായിരുന്നു. ഓരോ ഉസ്താദിനെ കണ്ടോ ആവോ. അല്ല, ഉസ്താദ് മുകളിലില്ലാണ്ടായാല് ഹൈദറിന്റെ കച്ചവടം പൂട്ടേണ്ടി വരുമോ? എന്റെ കച്ചവടം മാത്രം. ഉസ്താദ് മോളിലില്ലാണ്ടായ ഈ നാടിന്റെ തന്നെ കച്ചവടം പൂട്ടൂലേ? ഉസ്താദിന്റെ എത്ര കറാമത്തുകളാണ് നമ്മൾ കണ്ടേ. ബാർബർ പോക്കറിന്റെ മോളെ പെരാന്ത് മാറ്റിയില്ലേ? കാണാണ്ടായ ഉസ്മാന്റെ പുയ്യാപ്പിള ബോംബെയിലുണ്ടെന്ന് പറഞ്ഞത് ഉസ്താദല്ലേ? ഉസ്താദിന്റെ കൈനീട്ടത്തിന്റെ വില അറിയാലോ. ഉസ്താദ് കൊടുത്ത ചില്ലറയെന്ന മരക്കച്ചവടക്കാരൻ ജോൺസൺ മരമില്ലും ഇക്കാണുന്ന സ്വത്തുക്കളും ഉണ്ടാക്കിയത്. അസർപ്പ, എല്ലാവർക്കും ചായ എടുത്തു കൊടുക്ക്. ഞാനിത് ഉസ്താദിന് കൊടുത്തിട്ട് വരാം. ഹൈദറേ, രണ്ട് ദിവസമായിട്ട് യാത്രയായിരുന്നു. യാത്രകൾ അള്ളാഹുവിൻ്റെ നിശ്ചയങ്ങളാണ്. മിനിഞ്ഞാന്ന് മീനങ്ങാടി പള്ളി കിടന്നു. ഇന്നലെ പാനൂര് കുഴപ്പമായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ബസ് വരുന്നില്ലായിരുന്നു. അസുമയിലാരെ കണ്ടേ പിന്നെ മനസ്സിലാകപ്പാടൊരു വിഷമം. എനിക്കും അസുമയിലായിരിക്കും ഒരേ പ്രായോ. നീ ആ പുക തിന്നണ്ട. വെള്ളം ചൂടായിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ദേഹത്ത് പിടിക്കട്ടെ. എന്നോട് പറയാൻ വന്ന കാര്യം മറന്നു. വരുന്ന വഴിയിൽ ബസ്സിൽ കണ്ടൊരു പഴയ ചങ്ങാതിയാ പറഞ്ഞത്. ഹജ്ജ് കമ്മിറ്റി ഈ കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയതിൽ ഇരട്ടി ആളുകൾ ഇക്കൊല്ലം കൊണ്ടുപോകുന്നു. ഈ കൊല്ലം നമുക്കൊന്ന് ശ്രമിക്കണം. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ? എല്ലാത്തിനും പടച്ചോനൊരു വഴി കാട്ടി തരും.
സമ്പത്തും ആരോഗ്യമുള്ള മുസൽമാനും മാത്രമേ പടച്ചോ ഹജ്ജ് നിർബന്ധാക്കിയിട്ടുള്ളൂ. എന്നാലും ഇതെൻ്റെ ഒരു മോഹ. മരിക്കുന്നതിന് മുമ്പ് ആ പോരിശയാക്കപ്പെട്ട മണ്ണിലൊന്ന് കാലുകുത്തുക, മുത്തു റസൂലിന്റെ റള കണ്ണിറയൊന്ന് കാണുക. അഞ്ചു നേരം പഠിച്ചവനോട് ആ ഒരു തേട്ടം തന്നെയാ. ഉടയോന്റെ നോട്ടം അടിയാന്റെ കൽബ് കൊള്ളുന്നല്ലേ, അവനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ആ, നീ അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. വമ്പുറ്റ ഹംസറളിയല്ലാ ചാടി അമ്പിയ സുപതി മാറടാ. എന്നും പറയുന്നതല്ലേ നിങ്ങളോട് രാത്രിയിലുള്ള യാത്ര വേണ്ടാന്ന്. നാള് ചെല്ലും തോറും കച്ചവടം കുറഞ്ഞു വരിക. കൗതുകം കൊണ്ട് ചുറ്റും കൂടുന്ന കുഞ്ഞുങ്ങളല്ലാതെ ആവശ്യക്കാർ കുറവാ. അത്രയൊന്നും ഇപ്പം ആർക്കും വേണ്ട. എല്ലാവരും ഇപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പ്രേകളല്ലേ. മതത്തെക്കുറിച്ച് വായിക്കാൻ അറിയാനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ താല്പര്യങ്ങളല്ലേ വലുത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ബസ്സിൻ്റെ കുലുക്കവും തണുപ്പും. ഇത് മുഴുവൻ കുടിച്ചിട്ട് കിടന്നോളൂ. കിടന്നാലെങ്ങനെയാ? ഒന്ന് പുറത്തിറങ്ങണം. 1-2 ആളുകളെ കാണാനുണ്ട്. നീ ആ കറണ്ട് ബില്ലിങ് എടുക്ക്. ഇനി ദിവസം തെറ്റിയിട്ട് പേരടക്കാനാക്കണ്ട. കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഒരു വാശിയും ദേഷ്യമൊക്കെ. എന്താ നിന്റെ മനസ്സിലിപ്പോ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഇന്നലെ രാത്രി കുടിക്കാൻ വെച്ച കാടിവെള്ളം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു. മീത്തലെ പറമ്പിൽ നല്ല പച്ചപ്പുണ്ട്. ഈ നാടെ കൊണ്ടേ കെട്ടിയാലോ? ഏഴേണ സാധനങ്ങളുള്ള പറമ്പ് അയച്ചു. ഇവിടെ എങ്ങാനും കെട്ടിയാൽ മതി. എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങാൻ ചെരുപ്പിടണമെന്ന്. അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉണക്കപ്പുല്ലിട്ടൊന്ന് നോക്കട്ടെ. നിങ്ങൾ എപ്പോഴെത്തിയാ പൂക്ക? ഇന്ന് കാലത്ത്. നിങ്ങൾ പോയ വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നോ? മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി. സുനാമി വന്ന പിന്നെ മഴയ്ക്കും വെയിലിനൊന്നും നേരവും കാലവും ഇല്ലാണ്ടായിന്. കഴിഞ്ഞ മാസത്തെ പാലിന്റെ പൈസ
നാളെ പേരാവൂരിന്ന് ജലജയ കുട്ടികളും വരണുണ്ട് അപ്പൊ അരക്കുപ്പി പാല് കൂടുതൽ തരാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഓ പിന്നെ ഐസുത്താന്റെ വീട്ടുമുറ്റത്തെ വരിക്കപ്ലാവയിൽ ചക്ക പഴുത്തോന്ന് ചോദിക്കാൻ പറഞ്ഞു ജലജ. വരിക്കച്ചക്കാന്ന് പറഞ്ഞ ജലജമോക്ക് ജീവനായിരുന്നു. ആ ഒക്കെ കാക്ക കൊത്തി തിന്നുക. ആ നിങ്ങൾ പറഞ്ഞുണ്ടോ? ആ ഞാനും ഉണ്ട് മാഷേ. ഒരു മഴ പെയ്താൽ റോഡ് മുഴുവൻ തോടായി. അതെ. പിന്നെ ഈ വഴിക്ക് ഒരു ഓട്ടോക്കാരൻ വിളിച്ചാൽ വരില്ല. ആ ആ ശരി കാസിമെ, അനക്ക് വിളിച്ചു പറഞ്ഞാ മതി. ഇവിടെ പണിക്കാരെ കിട്ടാൻ പാട് തന്നെയാന്ന്. അവര് പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കൂ. ശരി. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. കരിക്ക് വേണോടോ? വേണ്ട. ധാന്യേന്ദ്രൻ ഗുളിക. ഇവൻ കയ്യിലില്ലാത്തപ്പോഴാ ഇതിന്റെ വില അറിയ. ഇനിയിപ്പോ അടുത്ത യാത്ര എങ്ങോട്ടാ? അടുത്ത ആഴ്ച പാലോട്ട് പള്ളിയില് മമ്മുമൂലിയർക്കാന്റെ മക്കാമില് ആണ്ട് നേർച്ച തുടങ്ങും. അതിന് പോണം. വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ഒരു കാര്യം അറിയാണ്ടായിരുന്നു. എന്താ? ഹജ്ജ് കമ്മിറ്റി ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എനിക്കും വയസ്സൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്. ഹജ്ജ് കമ്മിറ്റിയിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, നറുക്കെടുപ്പുണ്ടാവും. ഞാനിതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോയിട്ടില്ല. 4 തവണ പോയതും കോഴിക്കോട് അക്ബർ ട്രാവൽസ് മുഖേനയാണ്. അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു ചെക്കനുണ്ട്, അച്ചറപ്പ്. ഓനോട് ഞാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞാൽ മതി. ഒരിക്കാകുമ്പോൾ നമ്മൾ പ്ലെയിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് പൈസ തീർത്ത് കൊടുത്താൽ മതി. കാശൊക്കെ ശരിയായോ? സത്താറുണ്ടല്ലോ ദുബായില്. വയസ്സുകാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും കാബ കാണിക്കാന്ന് ഓന് തോന്നിക്കാണും. പേട്ടക്കാരൻ്റെ അവിടുത്തെ ഉസ്മാൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നിന്. ഓൻ സത്താറിൻ്റെ അടുക്ക് കാണാറുണ്ട് പോലും. ഉസ്മാൻ പറഞ്ഞ് സത്താറിൻ്റെ മൂത്ത മോനെ കാണാൻ നിങ്ങളെപ്പോലെയാന്ന്. ഓൻ്റെ 2ാമത്തെ മോനും സ്കൂളിൽ പോയി തുടങ്ങിയതിന് പോലും. നീ ലൈറ്റ് ഓഫാക്കി വന്ന് കെടുക്കാൻ നോക്ക്. എന്നാലും ഓൻ്റെ മക്കളെ നമുക്കൊന്ന് കാണിക്ക കൂടി ചെയ്തില്ലല്ലോ. നമ്മൾ ഓൻ്റെ ഉപ്പ് ഉമ്മയാണെന്ന് പറയുന്നത് പോലും ഓന് കുറച്ചില്ല. ചോ
ഐഷു, എന്തോ നീ ഉറങ്ങിയില്ലേ? ഇല്ല. രാവിലെ എന്നെ നേരത്തെ വിളിക്കണം. ഒന്ന് കോഴിക്കോട് അങ്ങാടി വരെ പോകണം. പുറത്ത് ചെരുപ്പ് വെച്ചാൽ തിരിച്ചു വരുമ്പം കണ്ടെന്നില്ലേട്ടാ. ഗുഡ് മോർണിംഗ് അക്ബർ ട്രാവൽസ്. ഗുഡ് മോർണിംഗ് അക്ബർ. ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ സർ. സാറ് ഫ്രീ ആണ്, ചെന്നോളൂ. എവിടെയാ? അവിടെ. അതെ ഭായ്, അഷ്റഫാണ്. 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഇന്നും നാളെയുമായി വിസ എക്സ്പയർ ആവുന്ന കേസ് വരെ ഉണ്ട്. കുറച്ച് പേരെ ഞാൻ ബോംബെ വഴി പറഞ്ഞയച്ചു. ഇല്ല, നാളെ അഡീഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് ഞാൻ വിവരം കൺഫേംഡ് ആയിട്ട് പറയാം. ഓക്കെ? ക്ഷമിക്കണം, എന്തായിരുന്നു? ഞാൻ അബു. മാളിയേക്കൽ അസനാർ ഹാജി പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസുന് ഹജ്ജിന് പോകണമെന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാരി തന്നെ പറഞ്ഞു കാണുമല്ലോ. ഒരു ബിസിനസ്സായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. മക്കയിൽ ഹറമിന് തൊട്ടടുത്തുള്ള താമസ സൗകര്യം, നല്ല ഭക്ഷണം, പരിചയസമ്പന്നരായ അമീറന്മാർ, ഡോക്ടർമാരുടെ സേവനം, ഇതെല്ലാം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. 2 ദിവസമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. ഇന്നും നാളെയുമായി വിസ എക്സ്പയർ ആവുന്ന കേസ് വരെ ഉണ്ട്. കുറച്ച് പേരെ ഞാൻ ബോംബെ വഴി പറഞ്ഞയച്ചു. ഇല്ല, നാളെ അഡീഷണൽ ഫ്ലൈറ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് വിളിച്ച് ഞാൻ വിവരം കൺഫേംഡ് ആയിട്ട് പറയാം. ഓക്കെ? ക്ഷമിക്കണം, എന്തായിരുന്നു? ഞാൻ അബു. മാളിയേക്കൽ അസനാർ ഹാജി പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസുന് ഹജ്ജിന് പോകണമെന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാരി തന്നെ പറഞ്ഞു കാണുമല്ലോ. ഒരു ബിസിനസ്സായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. മക്കയിൽ ഹറമിന് തൊട്ടടുത്തുള്ള താമസ സൗകര്യം, നല്ല ഭക്ഷണം, പരിചയസമ്പന്നരായ അമീറന്മാർ, ഡോക്ടർമാരുടെ സേവനം, ഇതെല്ലാം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അബുക്കയ്ക്ക് പാസ്പോർട്ടുണ്ടോ? ഇല്ല. പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ശരിയാക്കിയെടുക്കാം. ഓ, റസിയ, ഇങ്ങോട്ടൊന്ന് വരൂ. അസനാർ ഹാജി ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. സർ. ഇത് അബുക്ക, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ വർഷം നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലുണ്ട്. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ചെന്നോളൂ. വരൂ. യെസ്. ഇല്ല, ഇന്നത്തെ ഫ്ലൈറ്റിലെത്തും. വൈകിട്ട് വന്ന് കളക്ട് ചെയ്തോളൂ. തിരിച്ച് ബോംബെ എന്നല്ലേ പോകേണ്ടത്? ആ, അതിനുള്ള ടിക്കറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശരി. ഇരിക്കും. ഗുഡ് മോർണിംഗ് അക്ബർ ട്രാവൽസ്. യെസ് സർ.
അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഫോട്ടോ 6 കോപ്പി പാസ്പോർട്ടിന് വേണ്ടി മാത്രം വേണം. റേഷൻ കാർഡ് അല്ലെങ്കിൽ ID കാർഡ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്ന് എഴുതി തരാവോ? എൻ്റെ ഫ്രണ്ടാണോ ഒന്ന് നോക്കണേ. 26-ാം തീയതി കോഴിക്കോട് ജിദ്ദ. എയർ ഇന്ത്യക്ക് കൊടുക്കട്ടെ? സൗദി എയർലൈൻസ്. മോർണിംഗ് ഫ്ലൈറ്റ് മതിയല്ലോ. അത് മതി. രാവിലെ എത്ര മണിക്കായിരിക്കും? 6:30. ഉസ്താദേ, എന്താ അബു? ഇങ്ങളെന്താ ഒറ്റക്ക് ഇങ്ങനെ? പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക്. ഉസ്താദേ, ഇങ്ങക്കും സങ്കടങ്ങളോ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളല്ലേ ഉള്ളൂ അബു. എനിക്ക് എന്നെ വിളിച്ചു കരയുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളില്ലേ? ഉസ്താദേ, ഞാനിന്ന് കോഴിക്കോട്ട് പോയിരുന്നു. ഇക്കൊല്ലം എനിക്ക് വയസ്സിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദേ. ശ്രമിക്കുക, എത്തിച്ചു തരേണ്ടത് അവനല്ലേ. എന്നാലും ഇങ്ങൾ അറിയാണ്ടിരിക്കോ, 19 അടി താഴ്ചയുള്ള പൊയേന്റെ അടിയിൽ കാണാണ്ടായ കുന്നുംപുറത്ത് അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ? അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂലേ? ഇതൊന്നും ഞാൻ പറയുന്നതല്ല ബു, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എന്താന്നറിയില്ല ഉസ്താദെ, കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആദിയാ. ഇങ്ങനെ ഈ ചരട് എനിക്കൊന്നും മന്ത്രിച്ചതാ. ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും. ആ, നമുക്ക് പെട്ടെന്ന് കുന്നിറങ്ങണം. അവര് വരുന്നുണ്ട്. ആരാ ഉസ്താദെ? അറിയില്ല. എന്നെ തേടി തെക്കുന്നൊരു കൂട്ടർ വരുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ ഇതാ ഈ കാറ്റിൽ അവരെക്കാൾ മുമ്പേ എൻ്റെ അടുത്തെത്തി. വാ, പെട്ടെന്നിറങ്ങാം. പട്ടണങ്ങൾ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത്. കോഴിക്കോട് വല്ലാണ്ട് മാറി. വലിയ വലിയ പാലങ്ങൾ, കെട്ടിടങ്ങൾ. ട്രാവൽസിൻ്റെത് വലിയ ഓഫീസാ. ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ അഷറഫ് എന്ന് പറയുന്നവനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അസനാർ ഹാജി പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ കാര്യമായി. ബസ് ഇറങ്ങി നേരെ പോയി മാഷെ കണ്ടു. ആ കുട്ടി തന്ന കടലാസ് കാണിച്ചു. മാഷിൻ്റെ ബന്ധത്തിലൊരു വക്കീലുണ്ട്. വയസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അയാൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. വോട്ടിൻ്റെ കാർഡ് കൊടുത്ത് നാളെ പോയി കാണാൻ പറഞ്ഞു. ഉസ്താദ് പിന്നൊന്നും പറഞ്ഞില്ലേ? ശ്രമിക്കാനല്ലേ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കയ്യിൽ പണവും വെച്ച് എത്രയോ പേര് ഹജ്ജിന് പോകാൻ കഴിയാത്തവരായിട്ടുണ്ട്. പൈസക്ക് നിങ്ങളെന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ? ഒരുപാട് വഴികൾ തേടുന്നുണ്ട്. അതിലൊരു വഴി പടച്ചോൻ തുറന്നു തരും. ഈ ഫോട്ടോ പാസ്പോർട്ടിന് വേണ്ടിയുള്ളതല്ലേ? ഞങ്ങൾ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ടേ. അത് നിങ്ങൾ പോയിക്കോ. ഈ ഫോട്ടോ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ചെവി രണ്ടും പുറത്ത് കാണിക്കണം. ചെവി? അതെ, ഈ മഫ്തയുടെ ഉള്ളിൽ നിന്ന് 2 ചെവിയും പുറത്ത് വരട്ടെ. കറക്റ്റ്. ഇവിടെ നോക്കൂ. ഇവിടെ അനങ്ങരുത്. സ്മൈൽ പ്ലീസ്. കിട്ടിയല്ലോ. ഇവിടെ നോക്കൂ. ഇവിടെ നോക്കൂ. ഒന്ന് സ്റ്റഡി ആവൂ. എന്താ ഇയാൾ ഈ ഒലക്ക പിടിഞ്ഞ മാതിരി? സ്റ്റഡി ആയിട്ട്. ഓക്കെ. ഹലോ. ഓക്കെ സാർ. ഓക്കെ സാർ. ഇല്ല അതൊക്കെ കറക്റ്റ് സാർ.
ഓക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നേ. എടാ 26-ാം തീയതി കൺഫേം അല്ലേ? അബ്ദുൾ റഹ്മാൻ കേക്കല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെയാണ് സാർ, 26-ാം തീയതി പറഞ്ഞ പോലെ കൺഫേം ആണ്. കുഴപ്പമൊന്നുമില്ല. ശരി, അത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അഷറഫ് അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. പറഞ്ഞ കടലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. മാളിയക്കലെ ആസനാർ ഹാജിയെ കണ്ടിരുന്നു. ഹാജിയാരെ കണ്ടിരുന്നു. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഐസു. ആ, ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? വേണ്ട, ഹജ്ജിന് പോകുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നടക്കാൻ പോവില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി സുഖമായി ഹജ്ജ് ചെയ്യിപ്പിച്ച് നാട്ടിലെത്തിക്കാവുന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പോരെ? എന്താവശ്യമുണ്ടെങ്കിലും ദാ എന്നെ വിളിച്ചാൽ മതി. ഓ, പാസ്പോർട്ട് കിട്ടിയാൽ ഒരു അഡ്വാൻസുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. ശരി. ഓക്കെ ഓക്കെ, കൊടുത്തുവിടോ? ആ ശരി ശരി. നിങ്ങളെ ശ്രദ്ധിച്ചോ ഏത് അഷ്റഫിനെ? എന്തേ? നമ്മളെ സത്താറിന്റെ ഒരു ചായ ഇല്ലാന്ന്? നിന്റെ ഓരോരോ തോന്നലുകളും. ഒരു ചായയില്ല. അഷറഫ് നല്ലോനാ.